ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ മുടി വളരാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് മുടി നല്ലപോലെ ചീകി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുടിയിലുള്ള ആ കെട്ടൊക്കെ നല്ലപോലെ കളയണം. ഇതൊക്കെ നന്നായിട്ട് കളഞ്ഞ് ചീകി വൃത്തിയാക്കി വെക്കുക. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ മുടിയിൽ എണ്ണയോ ചെളിയോ പൊടിയോ ഒന്നും വെക്കാൻ പാടില്ല. അതൊക്കെ നല്ലപോലെ വൃത്തിയാക്കി വെച്ചാൽ തന്നെ നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ തലയിൽ ഇതുപോലെ ചീകി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ലൊരു രക്തയോട്ടം വരികയും അങ്ങനെ മുടി വളരാനുള്ളൊരു പ്രവണത ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ മുടി നല്ലപോലെ ചീകി വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നൈറ്റിൽ നമ്മളിതുപോലെ മുടി ചീകി വൃത്തിയാക്കി വെച്ചിട്ട് നല്ലപോലെ ഒതുക്കി കെട്ടി വെക്കുകയാണെങ്കിൽ തന്നെ നല്ല മാറ്റങ്ങളാണ് നമ്മുടെ മുടിക്ക് വരിക. മുടി ഒരിക്കലും അഴിച്ചിട്ട് കിടക്കരുത് നൈറ്റിൽ. അപ്പം മുടി കെട്ടി വെക്കുക. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഹെയർ ഓയിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നെല്ലിക്കയോ അതുപോലെ ചെമ്പരത്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ പറ്റും. കറിവേപ്പിലൊക്കെ വെച്ചിട്ട് കറിവേപ്പില, ഉലുവ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഹെയർ ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനത് കൊടുക്കാം. അപ്പോൾ അത് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് കുറച്ച് റോസ്മേരിയുടെ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റോസ്മേരിയുടെ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ രണ്ട് ഓയിലും നമ്മൾ മുടിയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയിലുണ്ടാകുന്ന താരനും മുടി കൊഴിച്ചിലും അകാല നരയും എല്ലാം മാറി കിട്ടുന്നതായിരിക്കും. മുടിക്ക് നല്ല കറുപ്പുണ്ടായിരിക്കും. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ തന്നെ വരുന്നതാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ട് ഹെയർ ഫോളോ ഡാൻഡ്രഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. മെയിനായിട്ട് എനിക്ക് ഇപ്പം ഇതിൻ്റെ ഇടയിൽ വന്നത് കായ പോലുള്ള ഒരു പ്രശ്നമായിരുന്നു. അതോടെ എൻ്റെ മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുടി നല്ലപോലെ ഡ്രൈ ആയി എല്ലാം കൂടെ ഒരു മുള്ളുംകാട് പോലെ ആയി മാറി എൻ്റെ മുടി. അങ്ങനെ ഞാൻ പിന്നെ മുടി ശ്രദ്ധിക്കാതായി. മുടി ഏതാണ്ടൊക്കെ പോയി തുടങ്ങി. അപ്പോൾ പിന്നെ എനിക്ക് മതിയായി. അങ്ങനെ പിന്നെ ഞാനത് പതുക്കെ അത് മാറ്റിയെടുത്തു. ഇപ്പം ഞാൻ മുടിയുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പം ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നത് 100% എനിക്ക് റിസൾട്ട് കിട്ടുന്ന ഉറപ്പുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലെ ചെയ്ത് വെക്കുക കേട്ടോ. റിസൾട്ട് കിട്ടുന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ മുടിയിൽ നല്ല പോലെ എണ്ണയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാജൊക്കെ കൊടുക്കുന്നുണ്ട്. മുടി കൊഴിച്ചിലുള്ള ചില ആൾക്കാർക്ക് തലയിൽ കൈ വയ്ക്കാൻ തന്നെ പേടിയാണ്. മുടി കൊഴിഞ്ഞു പോകുമോ എന്നുള്ള പേടി. അപ്പോൾ മുടി ചീകി വെക്കാനും ഒക്കെ അവർക്ക് പേടിയാണ്. കാരണം അവർ മുടി കൊഴിഞ്ഞിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ടാവും, ഊരിപ്പോരാനായിട്ടുണ്ടാവും. എന്നാലും അത് അവർ ഊരിക്കളയാതെ അങ്ങനെ തന്നെ മുടിയിൽ വെച്ചിട്ട് കെട്ടി വെക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല കേട്ടോ. അത് ഡാമേജ് ഹെയറാണ്. അപ്പോൾ അതെന്തായാലും നമ്മൾ കളയുക തന്നെ വേണം. അപ്പോൾ ആ ഒരു മുടി നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് നമ്മുടെ മുടിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു മസാജ് നമുക്ക് വേറൊരാൾ ചെയ്തു തരാണെങ്കിൽ വളരെ നല്ല റിസൾട്ടാണ് കിട്ടുക. കുറച്ചും കൂടെ എഫക്റ്റീവാണ് വേറൊരാൾ ചെയ്തു തരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ബ്യൂട്ടി പാർലറുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല എല്ലാ ഹെയർ ട്രീറ്റ്മെൻറ്റുകളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ ഞാനിവിടെ മസാജിങ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും നാച്ചുറലായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പയറുപൊടി, ചെമ്പരത്തി ഇതൊക്കെ വളരെ നല്ലതാണ്. അതിൽ പയറുപൊടി വളരെ നല്ലതാണ് കേട്ടോ. നല്ല പോലെ റിസൾട്ട് കിട്ടുന്നതാണ് പയറുപൊടി. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ താളി ഷാമ്പൂ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതും യൂസ് ചെയ്യാം. അപ്പോൾ ഇനി തീരെ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോർമൽ ഷാമ്പൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇത് ആഴ്ചയിൽ 3 തവണ ചെയ്ത് കൊടുക്കുക. ഉറപ്പായിട്ട് ഇത് ചെയ്താൽ തന്നെ നമ്മുടെ മുടിയിൽ നല്ല മാറ്റങ്ങൾ വരുന്നതാണ്. വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പാക്കും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഓക്കെ ബൈ, താങ്ക്